നീ എന്തായി ചെയ്യുന്നത്? കോഴികൾക്കൊക്കെ കശുവണ്ടി പരിപ്പ് കൊടുക്കുവാണ്. നീ എന്താ കഴുതയാണോ? അതെ. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികൾക്ക് കശുവണ്ടി ബാദം പരിപ്പാണോ കൊടുക്കുന്നത്? അതൊക്കെ ദഹിക്കണമെങ്കിലേ നന്നായിട്ട് ഓടേണ്ടി വരും, അറിയാവോ? ഇത് തന്നെയാ തോത്താറാമൻ പറഞ്ഞേ. അതായത് കശുവണ്ടി ബദാം പരിപ്പൊക്കെ ദഹിപ്പിക്കാൻ വേണ്ടി ഓടേണ്ടി വരുമെന്ന്. ഓടിക്കോ ഓടിക്കോ, അല്ലെങ്കിലേ നിങ്ങളുടെ ആരോഗ്യം ഒക്കെ പോകും. അയ്യോ, വേഗം പിടിക്കേ. വേഗം പിടിക്കാം. എന്റെ അമ്മേ, ചില നേരത്ത് കോഴിവാലും പുലിവാലാവുമല്ലോ. സംശയമുണ്ടോ? അല്ല, നീ എന്താ ഈ തിന്നുന്നത്? കഴുതകളൊക്കെ ഇതാ തിന്നാറ്. അത് ശരി, എന്നാ പിന്നെ ഞാനും തിന്നും. ഞാനും കഴുതയാണല്ലോ. എന്റെ മൂഡ് അത്രക്ക് ശരിയല്ല, എന്നെ വീണ്ടും മൂടോട്ടാക്കരുത്. എന്നാ പിന്നെ ഞാൻ കഴുതയാണെന്ന് നീ ഒന്ന് അംഗീകരിക്കുന്നേ. ഇന്ന് നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ അടങ്ങിയുള്ളൂ. കേട്ടില്ലേ, വയലിൽ കഴുത കയറിയിട്ടുണ്ടെന്ന്. അതായത് നീയും പിന്നെ ഞാനും. ആ ശരി ശരി, ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞ് ഓടിക്കോളാം. നീ വലത്തല്ല നിൽക്കുന്ന, നീ വലത്തോട്ട് ഓടിക്കോ. ഓടാ വേഗം. ഓടിക്കോ. ഓക്കേ. അയ്യോ, വയലിൽ കഴുത കയറിയേ. ഞാൻ തന്നെ കഴുത. ഞാനാ നിങ്ങളുടെ വിളവ് മൊത്തം തിന്നത്. മാത്രമല്ല ഞാനാ നേരത്തെ കരഞ്ഞതും. ഡേച്ചു ഡേച്ചു ഡേച്ചു. അയ്യോ, നിക്കണേ, ഒന്ന് നിക്കണേ ചേട്ടാ. എന്തിനാ അവനെ തല്ലാൻ ഓടിക്കുന്നത്? ഇവൻ ഞങ്ങളുടെ വയലിലെ വിളകൾ മൊത്തം തിന്നുകയായിരുന്നു. എന്നാ പിന്നെ കഴുതയും തല്ലിക്കൂടെ? അതും തിന്നുമല്ലായിരുന്നോ? എന്റെ അമ്മച്ചി. പുതിയ അലാറം വല്ല വന്നോ? നീ എന്താണ് ചെയ്യുന്നത്? ഞാനൊരു കഴുതയാണ്. അത് മനസ്സിലായി. പക്ഷെ നേരം വെളുത്ത 6 മണിക്ക് അത് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. സംശയമുണ്ടോ? എന്നോട് ഒരു കഴുത ചലഞ്ച് ചെയ്തിരിക്കുക. ഞാനൊരു കഴുതയല്ലെന്ന് അവൻ പറഞ്ഞത്. ഏത് കഴുതയാ മണ്ടത്തരം പറഞ്ഞത്? ആ കറുത്തയാണോ? അയ്യോ അല്ല, ഇത് ശരിക്കുള്ള കഴുതയാ പറഞ്ഞത്. ഞാൻ അവനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കഴുതയാണെന്ന് എനിക്ക് അവന്റെ മുമ്പിൽ തെളിയിച്ച് കാണിക്കണം. ഒരു മിനിറ്റ്, ഞാൻ എന്താ കാണിച്ചു തരാം. കണ്ടില്ലേ, ഞാൻ ശരിക്കൊരു കഴുതയാണെന്ന് നിങ്ങൾക്ക് 3 പേർക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അതിരാവിലെ തന്നെ ഏത് ഭൂതം ഇവന്റെ കൂടെ കൂടിയത്? എടാ, ഇത് പഴയ ഭൂതം തന്നെയാണ്. ഹണിക്കാണത് പുതിയതായിട്ട് തോന്നുന്നത്. ഈ ഭൂതം മിക്കവാറും നമ്മുടെ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം കുളവാക്കും. സംശയമുണ്ടോ? എടാ ബണ്ണി, എടുത്ത് കഴിക്കേ. എന്തായി നോക്കിയിരിക്കുന്നത്? സാറേ, ഈ മുട്ട കണ്ടിട്ട് എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ, നീ ഇനി മുട്ടയിടാൻ പോവാണോ? അല്ല കൂട്ടുകാരെ, മുട്ട വിറ്റ് നമുക്കും കാശുണ്ടാക്കണം. 2 മുട്ട വിറ്റിട്ട് എന്തോ സമ്പാദിക്കാനാ? എടാ കഴുതേ, ഈ 2 എണ്ണമല്ല, പോൾട്രി ഫാം തുടങ്ങുന്ന കാര്യമാ പറഞ്ഞേ. പോൾട്രി ഫാം?
എടോ ഈ കൊട്ടും പാട്ടും ഒക്കെ ഒന്ന് നിർത്ത. അയ്യോ എന്റെ ചേട്ടാ ഈ തട്ടുമുട്ടൊക്കെ ഒന്ന് നിർത്ത. നിങ്ങൾ കുറച്ച് ദൂരേക്ക് പോയി നിന്ന് കൊട്ടാമോ പ്ലീസ്? ഞങ്ങളുടെ കൂട്ടുകാരന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. എന്റെ സഹോദരന്റെ കല്യാണമാണ്. ആടണം പാടണം. എന്റെ പിള്ളേരെ തകർത്തു വായിച്ചോ. ബെല്ലെ 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 ബെല്ലെ. ചോക്ലേറ്റ് കേക്കാണോ? എടാ തിന്നല്ല, ഇത് ചോക്ലേറ്റ് കേക്ക് അല്ല, കുതിര അപ്പിയിട്ടതാ. സംശയമുണ്ടോ? അയ്യേ ചേ എന്റെ ദേഹത്ത് കുതിര ചാണകം ഇട്ടു. നമ്മുടെ കല്യാണ ചെക്കൻ കുതിരയും കൊണ്ട് ഓടിപ്പോയി. അതെ, കല്യാണ ചെറുക്കൻ കുതിരയും കൊണ്ടല്ല, ആ കുതിര ചെറുക്കനെ കൊണ്ട് ഓടിപ്പോയത്. പിടിക്കോ. രണ്ടുപേർ തമ്മിൽ തല്ലുമ്പോ മൂന്നാമനത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് തമ്മിൽ തല്ലാതെ സ്നേഹത്തോടെ കഴിയൂ. സംശയമുണ്ടോ? അമ്മേ. അയ്യോ, അയ്യോ. അത് പിന്നെ ഞാനിത് കഴിക്കുകയായിരുന്നില്ല, ഇതിന്റെ സൈസ് ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു. അയ്യോ സോർദാറെ, മുട്ട പൊട്ടിക്കരുത്, ഇതാണ് വിൽക്കാനുള്ളത്. അല്ല, ഇവരെന്തിനാ ഈ ബഹളം വയ്ക്കുന്നേ? കൂട്ടുകാരെ വേഗം വരൂ. അയ്യോ എന്റെ ചെടികൾ.
കഴുത സാധാരണ പുല്ലാണ് തിന്നാറ്. ഞാനൊരു വലിയ കഴുതയല്ലേ, അതുകൊണ്ട് ഞാൻ ഈ ചെടികളാ കഴിച്ചത്. എന്റെ ഗാർഡൻ മുഴുവൻ നശിപ്പിച്ചല്ലോ. ഇന്നലെ പോയ കരണ്ട് അത് രാവിലെ വന്നു. ഏതോ ഒരു കഴുത എന്റെ ചെടി മുഴുവനും തിന്നു. ആ കഴുത ഞാൻ തന്നെയാണ്, പക്ഷെ ഇത് രാവിലെ അല്ല തിന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ അത് മൊത്തം തിന്നു തീർത്തു. ഞാൻ കഴുതാന്നെല്ലാവരും സമ്മതിച്ചല്ലോ. സോറി കണ്ണാ സാറേ, ഈ കഴുത 2 എണ്ണം കിട്ടിയാലേ പഠിക്കുള്ളൂ. കഴുതകൾക്കാണെങ്കിൽ അടികൊണ്ട് നല്ല ശീലമാണല്ലോ, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. തല്ലിക്കൊന്നേ, തല്ലിക്കോ കൊച്ചലിയാ. തെളിക്കോ തെളിക്കോ തെളിക്കോ. ഓഫീസിലെ ഓണാഘോഷ പരിപാടിക്ക് എനിക്ക് ഗിഫ്റ്റ് തന്നു. ആ റോസപ്പൂ തിന്നപ്പോ എന്റെ ആ ലില്ലിയെങ്കിലും ഒന്ന് വെറുതെ വിടാമായിരുന്നു. ഇതെല്ലാം എന്റെ പുറത്തെടുത്ത് വെച്ചോ. വെച്ചോളൂ വെച്ചോളൂ. എന്റെ ഭാരം പകുതി കുറഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഈ ഭാരം നിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടിയിരിക്കുകയാണ്. ഒരു ബോക്സ് ഞാൻ എടുത്തുകൊള്ളാം. ഞാൻ കഴുതയാണ്, എല്ലാ ഭാരം എന്നെ കൊണ്ട് ചുമക്കാൻ പറ്റും. വെച്ചോളൂ വെച്ചോളൂ. വേണമെന്നുണ്ടെങ്കിൽ ബാലു ഡോക്ടറും കയറിക്കോ, അതും എനിക്ക് പ്രശ്നമില്ല. അത് ശരി, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഇവിടെ വരൂ. ഇവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഈ സാധനങ്ങളെല്ലാം അവന്റെ പുറത്ത് വയ്ക്കണമെന്ന്. എന്നിട്ട് എന്നോട് കയറിയിരുന്നോളാൻ പറഞ്ഞു. അയ്യോ ഡോക്ടർ ബാലു, ഇവന് കഴുതയാണ്, പക്ഷെ ഡോക്ടർക്ക് ബുദ്ധിയുണ്ടല്ലോ. എന്റെ ഹണി, നീ ഇത്രയും ബോക്സ് പുറത്ത് വെക്കാൻ നീ എന്തിനാ പറഞ്ഞേ? കാരണം ഞാനൊരു കഴുതയാണെന്നുള്ള കാര്യം തെളിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എടാ, നേരത്തെ തന്നെ തെളിഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട ആവശ്യമില്ല. സംശയമുണ്ടോ? അതെ, നീ ഒരു കഴുതയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ കാര്യം അംഗീകരിക്കുന്നത് നിങ്ങൾ മാത്രമല്ലേ. പക്ഷെ ഞാൻ ഈ ലോകം മുഴുവൻ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ വരൂ ഹണി. കാട്ടിൽ ആനകളെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന കെണി നീ ഒരു കഴുതയാണെന്ന് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് വരെ നീ ഒരു 1-ാം തരം കഴുതയാണെന്നാണ് ശരിക്കും തെളിയുന്നത്. കൊള്ളാം കൊള്ളാം കൊള്ളാം, അടിപൊളി ചട്നിയാണ്. സമൂസയുടെ ഒപ്പം ഈ തക്കാളിയുടെ ചട്നിയാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത്. അതെന്തായാലും കലക്കി. എന്റെ അമ്മേ, ഗരം മസാല കുറച്ച് കൂടി പോയിന്നാണ് തോന്നുന്നത്. ആഹാ, അത് 50 സമൂസ കഴിച്ചു കഴിഞ്ഞപ്പോഴാണോ മനസ്സിലായത്? 1000 രൂപയും എടുത്തേ. ഇത്രയും കാശോ? ആ കാശ് ഞാൻ തരാം. ഈ 100 രൂപ ടിപ്പാണ്. കാരണം നിങ്ങളായതുകൊണ്ടാണ് ഈ മാണിക്യത്തെ എനിക്ക് കിട്ടിയത്. മാണിക്കോ, അതെവിടെയാണ്? അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാ കിട്ടാഞ്ഞത്? മാണിക്യം കാണാൻ വേണ്ടി നല്ല ദീർഘദൃഷ്ടി അത്യാവശ്യമാണ്. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അല്ല, ഉരുളക്കിഴങ്ങാണോ അതോ മാണിക്കമാണോ? നല്ലൊരു ഭക്ഷണ പ്രിയനാണ് താങ്കൾ. എന്താ ശരിയല്ലേ? അതെ, ഞാനൊരു ഭക്ഷണ പ്രേമിയുമാണ്. നന്നായി കുക്കും ചെയ്യും. കുക്കാണല്ലോ. എന്നാൽ നീ എനിക്ക് വേണ്ടി കഴിക്കാവോ? എല്ലാം കഴിക്കണം. സമൂസയിൽ ഉരുളക്കിഴങ്ങുണ്ട്. അതറിയാം, എല്ലാ സമൂസയിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവാറുണ്ട്. താങ്കൾ കഴിക്കുമല്ലോ സർദാർ സാർ. ഞാൻ കഴിപ്പിക്കും, എല്ലാ ദിവസവും കഴിപ്പിക്കും. ഒരു മിനിറ്റ് സർദാറെ, താങ്കൾ എല്ലാം ഫ്രീ ആയിട്ട് കഴിപ്പിക്കുവോ? അതെ, മാത്രമല്ല ദിവസവും 5000 രൂപയും ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കും. 5000 റുപ്പീസ്. കഴിക്കുന്നതിന്റെ കാശാണോ കൊടുക്കുന്നേ? കാശ് മരത്തിൽ കായ്ക്കില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പണം കായ്ക്കുന്ന മരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയം. ആക്ഷൻ. ഇയാളെ കൊണ്ട് നടക്കില്ല. വേഗം ഷൂട്ട് നിർത്താൻ നോക്ക്. ഹണി, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ജോർദാർ ഇന്നലെ രാത്രി പോലും ഒന്നും കഴിച്ചിട്ടില്ല. ഒരുപാട് കഴിക്കും അവൻ. ഇനി ഷൂട്ടിംഗ് എങ്ങാനും നിന്ന് പോയാ അതിന്റെ ചെലവ് മുഴുവൻ നമ്മൾ കൊടുക്കേണ്ടി വരും. സംശയമുണ്ടോ? നീ ഒരു ദുഷ്ടനാണ്, വഞ്ചകനാണ്, ചതിയനാണ്. എടാ, നിന്നെ ഞാൻ അങ്ങനെയല്ല. അഥവാ സർദാറിന് കഴിക്കാൻ വേണ്ടി നമ്മൾ ഭീഷണിപ്പെടുത്തി ഷൂട്ട് ചെയ്യിച്ച പോലെ ഡയറക്ടറിന് തോന്നും. ജീവിതം എന്ന് പറയുന്നത് ഒരു ത്രാസ് പോലെയാണ്. ഒരു തട്ടിൽ സുഹൃത്ത് ബന്ധമുണ്ട്, മറ്റേ തട്ടിൽ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന പേയ്മെന്റും ഉണ്ട്. സംശയമുണ്ടോ? ഇനി നീ തീരുമാനിക്ക്, ത്രാസിന്റെ ഏത് തട്ടാണ്.
അയ്യോ ദാ എണ്ണ പുറത്തു വന്നു. നമ്മളെല്ലാരും പണക്കാരായേ. ഇനി നമ്മൾ വിലപിടിപ്പുള്ള ഒരുപാട് കാറുകൾ വാങ്ങിച്ചു കൂട്ടും. നമുക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പുകൾ ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ട് ഓയിലിന്റെ ബിസിനസ്സും ഉണ്ടാവും. ഉയ് ഉയ്. എടാ കഴുതേ, ഇത് എണ്ണയല്ല വെള്ളമായി വരുന്നേ. നീ വെള്ളത്തിന്റെ പൈപ്പ് ലൈനാടാ പൊട്ടിച്ചത്. അയ്യോ ഞാനെന്താ പെട്ടെന്ന് പിച്ചക്കാരനായതുപോലെ തോന്നുന്നേ. മാറങ്ങോട്ട്, ഞാൻ ചെയ്തോളാം. അയ്യോ എന്തായി കാണിച്ചത്? അയ്യോ നിങ്ങളിങ്ങനെ ബഹളം വെക്കല്ലേ. എന്ത് ബഹളം വെക്കരുതെന്ന് സിറ്റി മുഴുവനും കുളവാക്കിയതും പോരാ. ഈ മണ്ടന്മാരെ ആരാ പണിയേൽപ്പിച്ചത്?